അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോ ഞാനും നമ്മളെല്ലാവരും പഞ്ചാബിലായതുകൊണ്ട് ഇവിടെ നിന്നുള്ള വാർത്തകളുടെ അറിവ് മാത്രമാണ് ആ കാര്യത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായത്. പക്ഷെ വാർത്തകൾ നോക്കുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസല്ല, ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് നേരത്തെ TLB രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആ ചർച്ചയുണ്ടായിരുന്നു. അല്ലെങ്കിൽ TLB അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ച ഒരു നിലപാട് നേരത്തെ ഉണ്ടായി. ഇവിടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് പെർമിറ്റ് എടുത്തില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള കത്ത് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, നിയമപരമായി ഏതെങ്കിലും വിധത്തിൽ സർക്കാർ നേരിട്ട് ദ്രോഹപരമായ നടപടിയെടുത്തു എന്ന വാദം ശരിയല്ല എന്ന് ഇതിലൂടെ ബോധ്യപ്പെട്ടു. കാരണം പഞ്ചായത്ത് UDFന്റെ പഞ്ചായത്താണ്. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, അവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് തരംമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. താലൂക്ക് ലാൻഡ് ബോർഡ് അതിൽ വിശദീകരണം ചോദിച്ചപ്പോൾ സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു ആക്രമണമല്ല, സർക്കാരിന് അക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു അറിവോ സർക്കാരിന്റെ മുമ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഫയലുകളോ വന്നൊരു വിഷയമല്ല. TLB ഒരു കോസി ജുഡീഷ്യറി ബോഡിയാണെന്നുള്ളതുകൊണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ തരംമാറ്റത്തെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള ചില കത്തുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരണം ചോദിച്ച നടപടിയാണ് ഉണ്ടായത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗമായി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചു എന്നാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ള ദ്രോഹപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടെടുത്ത നടപടികളായിരുന്നില്ല ഇതെല്ലാം എന്ന് പഞ്ചായത്തിന്റെ നോട്ടീസോടുകൂടി ലഭ്യമായതോടുകൂടി മനസ്സിലാകാവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ദുരന്തമുഖത്ത് ഏതെങ്കിലും വിധത്തിൽ ആളുകൾക്ക് സഹായം ലഭ്യമാക്കുന്നതിനെ എതിർക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. പക്ഷെ നിയമപരമായി കേരളത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചും അത് പാലിച്ചും തന്നെ ആരും മുന്നോട്ട് പോകണം എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആർക്കെതിരെയാണോ ഇത്തരം വിശദീകരണം ചോദിച്ചത് അവരതിന്റെ കാര്യങ്ങൾ കൃത്യമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ മുമ്പാകെ ഹാജരാക്കി ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ ഇപ്പൊ കാണാവുന്ന ഒരു പോംവഴിയുള്ളൂ. അതിൽ സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടും ഇക്കാര്യത്തിൽ ആരോടും എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലൊക്കെ വേണ്ട, കാരണം ഇങ്ങനെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എളുപ്പത്തിലാക്കാൻ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഏറ്റവും എളുപ്പത്തിലാക്കാനുള്ള നടപടിയാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 7.25 മാസമാണ് കേരളത്തിന്റെ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള എൽസ്റ്റോൺ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള കേസിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കോടതിയുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. സർക്കാരിന്റെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വന്നിട്ടില്ല. സർക്കാരിന്റെ മുമ്പിൽ പ്രശ്നം വരുമ്പോഴാണ് സർക്കാർ എന്ത് ചെയ്യുക എന്ന് കാണുന്നത്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറിയാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, റവന്യൂ വകുപ്പിന്റെ നേരിട്ട് ഭാഗമല്ലാത്ത ഒരു കോസി ജുഡീഷ്യറി ബോഡി ആയിട്ടുള്ള TLB ആണ്, താലൂക്ക് ലാൻഡ് ബോർഡാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. സർക്കാരിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ആയിട്ടില്ല. കാരണം ബന്ധപ്പെട്ട ആളുകൾ അവരവരുടെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകി ഒരു കോസി ജുഡീഷ്യറി ബോഡിയും സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സംവിധാനവും ഒക്കെ എടുത്ത അല്ലെങ്കിൽ അയച്ച നോട്ടീസിന് മറുപടി രേഖപ്പെടുത്തി കൃത്യത വരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ നിൽക്കാൻ പറ്റാതെ ഏതെങ്കിലും വിധത്തിലുള്ള അപകടത്തിൽ ചെന്നുപെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സർക്കാരിനെ സമീപിക്കാം. സർക്കാരിനെ സമീപിക്കുന്ന ഘട്ടത്തിലെ അക്കാര്യത്തിന്റെ വിശദാംശം സർക്കാർ പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. SIR ഇപ്പോൾ കുറച്ചുകൂടി നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോ നടന്ന സർവകക്ഷി യോഗവും അഭിപ്രായം തേടലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായം രേഖപ്പെടുത്തിയൊന്നും സർക്കാരുമായി ബന്ധപ്പെട്ട ഭാഗമല്ല. സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ബീഹാറിൽ ഉൾപ്പെടെ SIRന്റെ പേരിൽ നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നടപടികളും ആശങ്കകളും നേരിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും കൃത്യമായ അഭിപ്രായം. അക്കാര്യത്തിൽ നിയമസഭയിൽ തന്നെ ഭരണപ്രതിപക്ഷ അംഗങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തും അവരെ മുഖവിലക്കെടുത്തുകൊണ്ടും ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും നിയമസഭയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു മൂവ്മെന്റിലേക്കാണ് പോകുന്നത്. സർക്കാരിന്റെ കൃത്യമായ അഭിപ്രായം, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സർക്കാരിന്റെ അഭിപ്രായമല്ല. സർക്കാരിന്റെ അഭിപ്രായം നീട്ടിവെക്കണം എന്നല്ല, സർക്കാരിന്റെ അഭിപ്രായം SIR നടത്തേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ്. അതിൽ വേറെ യാതൊരു സംശയത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള അന്വേഷണത്തിനോ ഇടയില്ല. കേരളത്തിന്റെ പുറത്ത് പ്രത്യേകിച്ച് ബീഹാറിൽ ഏതാണ്ട് 65 ലക്ഷത്തോളം മനുഷ്യരെ, അതും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ നടപടി തന്നെ കേരളത്തിൽ നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് തിടുക്കം പിടിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ നടപടി എന്ന് തന്നെയാണ് അഭിപ്രായം. അതുകൊണ്ട് ഒരു കാരണവശാലും അതിപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം.
കമ്മീഷൻ സമയം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തിടുക്കപ്പെട്ട് നടപ്പാക്കുകയാണ് കേരളത്തിലടക്കം എന്നല്ലേ വ്യക്തമാവുന്നത്? അല്ല, തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. പ്രത്യേകിച്ച് കേരളം 2 തെരഞ്ഞെടുപ്പുകളെ 6 മാസക്കാലത്തിനുള്ളിൽ നേരിടാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നടത്തിയ SIR ഈ 2 തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഓരോരുത്തരുടെയും റോൾ എത്രമാത്രം എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഗവൺമെന്റിന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ സമയം നീട്ടി വേണം എന്നല്ല, ഒരു കാരണവശാലും ഇപ്പോൾ കേരളത്തിൽ SIR നടപ്പിലാക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, നിയമസഭ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ പ്രമേയം പാസാക്കി കേരളത്തിലെ ഗവൺമെന്റിന്റെ മാത്രമല്ല കേരളത്തിന്റെ ജനതയുടെ ആകെ, നിയമസഭയുടെ ആകെ അഭിപ്രായം പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്നത്.